നിറഞ്ഞ ആ നിലവാരം കാണുവാൻ നമുക്ക് കഴിയും. And then we started to gather the references from the New Testament about his head. അതിനുശേഷം പുതിയ നിയമത്തിൽ അവന്റെ ശിരസിനോട് ബന്ധപ്പെട്ട ചില വാക്യശകലങ്ങൾ നമുക്ക് നോക്കുവാനിടയായി. We first saw his head that was weary in service. ക്ലേശം കൊണ്ട് അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന, സേവനം കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന ഒരു ശിരസ് നമുക്ക് കാണുവാനിടയായി. We saw that foxes have holes, the birds of the air have nests, but the Son of Man has no place to lay his head. He did not have a home, and not only that, he did not get any rest. കുറുനിരകൾക്ക് ആകാശവും, foxes have holes, കുറുനിരകൾക്ക് ആകാശവും മനുഷ്യപുത്രന് തലയായിപ്പാൻ സ്ഥലമില്ലാന്ന് നമുക്ക് ധ്യാനിക്കുവാനിടയായി. And then we saw the afflicted head. We saw references to his head in relation to his suffering on the cross of Calvary. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ സംബന്ധിച്ച് അവന്റെ ശിരസ് ക്ലേശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിഞ്ഞു. We saw the head that was crowned with a crown of thorns. നമുക്കറിയാം, മുള്ളുകൊണ്ട് ഒരു കിരീടം അവന്റെ ശിരസിന്മേൽ അവർ വെച്ചു. We saw his head that was then smitten with a rod. ആ മുള്ളുകൊണ്ട് ധരിച്ചിരിക്കുന്ന ആ കിരീടം അതിന്റെ പുറത്ത് അവനെ കോലുകൊണ്ട് അടിച്ചു. And then we saw that a title was placed over his head. അവന്റെ ശിരസിന് മുകളിൽ ഒരു തലക്കെട്ടും അവർ വെച്ചു. Somebody calls it an accusation. Another gospel calls it a superscription, but then John calls it a title. പല സുവിശേഷങ്ങളിലും ഒരു സുവിശേഷത്തിൽ അത് കർത്താവിനെതിരെയുള്ള ഒരു അവനെ ക്രൂശിക്കുവാൻ കാരണമായി തീർന്ന കാരണമാണ്. വേറൊരു സുവിശേഷത്തിൽ അത് കർത്താവിനെ സംബന്ധിച്ചുള്ള ഒരു പേരാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അത് അവന്റെ തലക്കെട്ടായി തന്നെ യോഹന്നാൻ ചിത്രീകരിച്ചിരിക്കുന്നു. And that is where we stopped last week. അവിടെ വെച്ചാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ച നമുക്ക് നിർത്തുവാൻ കഴിഞ്ഞത്. Next we see the reference of his head, even though he had no place to lay his head. The next reference of his head we see in John chapter 19. അതിനുശേഷം 19 യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ അവന്റെ ശിരസിനെ പറ്റി വേറൊരു വാക്യശകലം അവിടെ കാണുവാൻ കഴിയും. Oh, we see that the person who had no place to lay his head, we see at last that he bowed his head upon his breast and he gave up the ghost. നമുക്കറിയാം, തലചായ്പാൻ സ്ഥലമില്ലാത്തവൻ കാൽവയുടെ കൊലമരത്തിൽ കിടക്കുമ്പോൾ സ്വന്തം തോളിൽ തലചായ്ച്ച് പ്രാണനെ വിട്ട് ദൈവസന്നിധിയിൽ പരമേൽപ്പിച്ചു. The first portion that we read was foxes have holes, the birds of the air have nests, but the Son of Man has no place to lay his head. That same word lay, that same word rest is used here also, that he bowed his head. മനുഷ്യപുത്രന് തലചായ്പാൻ സ്ഥലമില്ല എന്ന് പറയുമ്പോൾ തലചായ്പാൻ ഉപയോഗിച്ചിരിക്കുന്ന അവിടെയുള്ള ആ ക്രിയാത്മകമായ പദം തന്നെയാണ് ക്രൂശിൽ കർത്താവ് തലചായ്ച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്നത്. And in Malayalam it is very clear. മലയാളത്തിൽ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. There was no place in this world for him to rest, but at last it rested on the cross of Calvary. അവന് തലചായ്പാൻ ലോകത്തിൽ ഒരിടത്തും സ്ഥലമില്ല എങ്കിൽ പോലും അവൻ ക്രൂശിൽ അവൻ തലചായ്ച്ച് വിശ്രമിച്ചു. But even there on the cross of Calvary, when you see a battered, bruised man hanging on the cross, in looking as if it was the greatest loss ever suffered, even there you see the head of gold shining. അവിടെയും വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നുപോയ കർത്താവായ യേശുക്രിസ്തു ഒരു വ്യക്തിത്വം വളരെ ക്രൂരമായ രീതിയിൽ മർദ്ദനമേറ്റിട്ട് പോലും അവൻ അവിടെ തലചായ്ക്കുമ്പോൾ അത് ശരിക്കും അവന്റെ ശിരസ് തങ്കം പോലെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Where do you see the head of gold? എവിടെയാണ് തങ്കം കൊണ്ട് നിറഞ്ഞ ശിരസ് കാണുവാൻ കഴിയും? How do you see his divinity? അവന്റെ ദൈവത്വം എങ്ങനെ കാണുവാൻ കഴിയും? In that same verse, what is written? അതേ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: He dismissed his spirit and bowed his head. അവൻ അവന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. No mere man can do that. ഒരു കേവലമായ മനുഷ്യനും അത് ചെയ്യുവാൻ കഴിയില്ല. People try to commit suicide. ആൾക്കാർ അവരുടെ നമുക്കറിയാം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. But nobody has the power to just stand and dismiss his spirit from his body. എന്നാൽ ഒരേ സമയത്ത് നിന്നുകൊണ്ട് അവരുടെ ശരീരത്തെ വിട്ടുപോകുവാൻ അവരുടെ ആത്മാവിനെ കൽപ്പിക്കുവാൻ അധികാരമുള്ള ഒരു മനുഷ്യനും ഭൂമിയിലില്ല. I cannot will my spirit to depart from my body. I cannot will my death in that way. എന്റെ പ്രാണൻ എന്റെ ആത്മാവിന്റെ ശരീരത്തെ വിട്ടുപോകുവാൻ കൽപ്പിക്കുവാൻ അധികാരമുള്ള ഒരു മനുഷ്യജന്മവും ഭൂമിയിലില്ല. Oh, we see the head shining. Even when he rested it on that cross, it was because he dismissed his spirit by his own authority. സ്വന്തം തോളിൽ അവൻ തലചായ്ക്കുമ്പോൾ പോലും അവന്റെ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. അവന്റെ പ്രാണനെ അവൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. Then in relation to the tomb, we have two references to his head. പിന്നീട് അവന്റെ കല്ലറയെ സംബന്ധിച്ച് 2 തവണ അവിടെ തന്റെ ശിരസിനെ പറ്റി പ്രസ്താവിക്കുന്നു. We see the missing head, or rather we see a napkin in John chapter 20. Both the references are there. We see that there was a napkin wrapped about his head.
നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ തലയിൽ ചുറ്റിയിരിക്കുന്ന ഒരു റൂമാൽ ശീലകളോടുകൂടിയ ഒരു റൂമാലൂടെ കാണുവാൻ കഴിയും. There were two people who were very privileged with regard to the burial of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണാനന്തരമുള്ള അടക്കത്തെ സംബന്ധിച്ച് രണ്ട് വ്യക്തികൾക്ക് വളരെ ഭാഗ്യമുണ്ടായി. We have Joseph of Arimathea and Nicodemus the Pharisee. അരിമത്യയിലെ യോസെഫും പരീശനായ നിക്കോദിമസും. One provided the place, the other provided the perfume. ഒരാൾ സ്ഥലം ദാനമായി കൊടുത്തു, ഒരാൾ അവിടെയുള്ള മൂറും കുന്തിരിക്കവുമായി കടന്നു വന്നു. And they both together did the last rites and buried him in a new tomb. അവിടെ അവന്റെ ശരീരത്തെ ശീലകളോട് ചുറ്റി അവന്റെ ശരീരത്തെ വൃത്തിയാക്കി ആ കല്ലറയിൽ അവനെ അടക്കി. But on the first day of the week, when they came to perfume the body of the Lord, the napkin about his head was empty. എന്നാൽ അവന്റെ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം അവന്റെ ശരീരത്തിൽ സുഗന്ധം പൂശുവാനായി കടന്നു വന്നപ്പോൾ അവന്റെ തലയില്ല, അവന്റെ ശരീരമില്ല, അവന്റെ തല ചുറ്റിയിരിക്കുന്ന റൂമാൽ ശീലയും അവിടെ ഇരിക്കുന്നതായിട്ട് കാണുവാൻ കഴിഞ്ഞു. And that napkin about his head was empty. അവന്റെ തലയിൽ ചുറ്റിയിരുന്ന ആ ശീലകൾ അവിടെ ശൂന്യമായിട്ടിരിക്കുന്നു. It was not as if somebody had taken it out. It was that what was inside that suddenly went out. ആരും അതിൽ നിന്ന് എടുത്തു പോയതുപോലല്ല. Yeah, it was not as if somebody had unwrapped the napkin about his head. It was as if the thing inside the napkin had just disappeared. That is the word that is used. It is folded by itself in another place. അവിടെ അത് വളരെ വൃത്തിയായി മടക്കി ശീലകൾ അവിടെ ഇരിക്കുന്നതായിട്ട് കാണുവാൻ നമുക്ക് അവിടെ കഴിയും. We see again that it was not man who stole him out of the tomb. His body disappeared from the grave clothes. അവിടെ മനുഷ്യനല്ല അവന്റെ ശരീരം ആ കളറിൽ നിന്ന് എടുത്തു മാറ്റിക്കളഞ്ഞത്. ആ ശരീരം തനിയെ അവിടെ നിന്ന് ഡിസപ്പിയർ ആകാൻ കാണുവാൻ കഴിയും. And then a few verses down in John 20 and verse 12, we see two angels sitting, one at his head and one at his feet. 15-ാം വാക്യത്തിൽ രണ്ട് ദൂതന്മാർ, ഒന്ന് അവന്റെ തല ഇരുന്നിടത്തും രണ്ടാമത്തെ ദൂതൻ അവന്റെ കാലിരുന്നിടത്തും ഇരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. What great resemblance we have to the holiest of all in the tabernacle, where we have the mercy seat and one angel, one cherubim at the head and the other at the feet. നമുക്കറിയാം അതിവിശുദ്ധ സ്ഥലത്ത് അവിടെ ആ കൃപാസനത്തിന്റെ അടുക്കൽ അവിടെ ഇരിക്കുന്ന രണ്ട് ചെറുബങ്ങൾ, ഒന്ന് തലയുടെ സൈഡിലും ഒന്ന് കാൽക്കലിലുമാണ് അവിടെ നിലകൊള്ളുന്നത്. Oh, in resurrection we have missing head. It was not there anymore. എന്നാൽ അവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ അവിടെ ഒരു ശരീരമില്ല. The head. അവിടെ അവന്റെ ആ ശിരസ് കാണുവാൻ കഴിയുന്നില്ല. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Yes, of course the body is not there, but we are concerned with the head. അവന്റെ ആ ശിരസ് അവിടെ കാണുവാൻ കഴിയുന്നില്ല. And then we find the head in glory when we come to the book of Revelation. പിന്നീട് നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ തേജസ്കരിക്കപ്പെട്ട ഒരു ശിരസ് നാം അവിടെ കാണുന്നു. We see Revelation chapter 10 and verse 1, a mighty angel, the Lord himself, hallowed with a rainbow about his head. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘം ഉടുത്തു, തലയിൽ ആകാശവില്ല് ധരിച്ച മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂൺ പോലെയും ഉള്ളവൻ. The rainbow that was about the throne is now above his head. അവന്റെ ആകാശവില്ല സിംഹാസനത്തെ ചുറ്റിയ ആകാശവില്ല ഇപ്പോൾ അവന്റെ ശിരസ്സിന് പുറകെ നിലകൊള്ളുന്നു. In chapter 14 of Revelation we see his head crowned with a golden crown. 14-ാം അധ്യായത്തിലേക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ തങ്കം കൊണ്ട് നിറഞ്ഞ കിരീടം കൊണ്ട് അവന്റെ ശിരസ്സിനെ അവർ വായിച്ചു. I saw one like the Son of Man, crowned with many crowns. മനുഷ്യപുത്രനെ പോലെ സദൃശനായ ഒരുവൻ സകല കിരീടങ്ങളും ധരിച്ച് അവിടെ നിലകൊള്ളുന്നു. You notice the first reference to the Son of Man is linked with his head. Matthew chapter 8. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലാണ് മനുഷ്യപുത്രനോട് സംബന്ധിച്ചുള്ള ആദ്യത്തെ വാക്യശകലം നാം കാണുന്നത്. And that is linked with his head. അത് അവന്റെ ശിരസ്സുമായി We ബന്ധിപ്പിച്ചിരിക്കുന്നു. read that last week. The Son of Man has no place to lay his head. മനുഷ്യപുത്രന് തലയായിപ്പാൻ സ്ഥലമില്ല എന്ന് നാം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ആദ്യമായി The വായിക്കുന്നു. last reference to the Son of Man is again linked with his head. But then there is a crown of gold upon his head. മനുഷ്യപുത്രൻ എന്ന് പറയുന്ന അവസാനത്തെ വാക്യശകലവും അവന്റെ ശിരസ്സിനോട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അവിടെ സ്ഥലമില്ല എന്നുള്ളതല്ല, അവന്റെ തല തേജസ്കരിക്കപ്പെട്ട് അവന്റെ ശിരസ് അവിടെ നിൽക്കുന്നു. And then in Revelation chapter 19 we see heaven opened and a white horse, and he that sat on it was faithful and true, and there were many crowns upon his head. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുതിരയുടെ മുകളിൽ വെള്ളക്കുതിരയുടെ മുകളിൽ ഇരിക്കുന്ന വ്യക്തി
ശിരസ് തേജസ്കരിക്കപ്പെട്ട് സകല തേജസ്സോടും കൂടെ ഇറങ്ങി വരുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയും. Oh, not just one crown, he was crowned with many crowns. It speaks of his many authorities. അനേകവിധമായ കിരീടങ്ങൾ ധരിച്ചുകൊണ്ട് സത്യവാനും നീതിയുമുള്ള സത്യവാനും വിശ്വസ്ത സാക്ഷിയും എന്ന നിലയിൽ അവനെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. But then, when we went through all the references, you must have noticed that we missed out one. നാം ഈ വാക്യങ്ങളെല്ലാം ഓർത്തപ്പോൾ ഒരു വാക്യശകലം നാം മിസ്സായിപ്പോയി. You remember which one it is? ഏതാണ് ആ വാക്യശകലം? Which reference to his head did we miss out? അവന്റെ ശിരസിനോട് ബന്ധപ്പെട്ട ഒരു വാക്യശകലയുടെ സുവിശേഷങ്ങളിൽ നാം കാണുന്നു. We see the anointed head by Mary. മറിയ തന്റെ ശിരസിനെ അഭിഷേകം ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. Mary of Bethany anointing the head of the Lord Jesus. ബെഥാനിയിലെ മറിയ കടന്നു വന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിരസ് അവിടെ തന്നെ അഭിഷേകം ചെയ്തു. We see that she took perfume, costly spikenard, pure spikenard, and broke the box upon the head of the Lord Jesus. വിലയേറിയ സുഗന്ധവർഗ്ഗം കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിരസ് അവിടെ അഭിഷേകം ചെയ്യുന്നു. We are not indebted to Judas for much, but yet we are indebted to him because he gave us the cost of that perfume. യൂദാസ് ഇസ്കറിയോത്തിനോട് സംബന്ധിച്ച് നമുക്ക് വലിയ കടപ്പാടുകളില്ല എങ്കിൽ പോലും ഈ ഒരു സംഭവത്തോടുള്ള ബന്ധത്തിൽ അതിന്റെ വില യൂദാസ് അവിടെ പ്രസ്താവിക്കുന്നു. He said, was it not to be sold for more than 300 pence? ഈ 300 ശേകൽ ദിനാരിക്ക് കൂടുതൽ ഇത് വിൽക്കുവാൻ കഴിയുകയില്ലായിരുന്നോ? That means that is your salary for 1 year. ഒരു വർഷത്തെ ഒരു വ്യക്തിയുടെ ശമ്പളമാണ് അത്. That was the price that Mary paid. So when you get your salary slip, you get something called a CTC, right? Something that you get for the whole year, and that is how much that thing was cost. നമുക്കറിയാം, നമുക്ക് വേതനം കിട്ടുമ്പോൾ അതിന്റെ സ്ലിപ്പ് കിട്ടുമ്പോൾ ഒരു വർഷം മുഴുവനായി കിട്ടാൻ പോകുന്ന ആകത്തുകയുടെ തുക അതിനകത്ത് എഴുതിയിരിക്കും. അതുപോലെ തന്നെ മറിയയുടെ ആ മുഴുവൻ വർഷത്തെ വേതനം താൻ അവിടെ താൻ ചെലവഴിക്കുകയാണ്. We see the perfume put on his head, and it flowed down his garments, flowed down to his feet, and then she wiped his feet with her hair. അവന്റെ തലയിൽ ആ എണ്ണ സുഗന്ധവർഗം താൻ പൂശുകയും അത് അവന്റെ ശരീരത്തെ മുഴുവൻ നിറയുകയും അവന്റെ കാലിലേക്ക് അത് വീഴുകയും തന്റെ തലമുടി കൊണ്ട് താൻ അത് വൃത്തിയാക്കുകയും ചെയ്ത് നമുക്ക് കാണുവാൻ കഴിയും, തുടയ്ക്കുന്നതായി കാണുവാൻ കഴിയും. In Psalm 133 we have a beautiful picture of the anointing oil on the head of the priest, and it comes down, flows down to his garments, even to his feet. നമുക്കറിയാം 113 സങ്കീർത്തനത്തിൽ The anointing oil on the head of Aaron. അവിടെ അഹരോന്റെ തലയിൽ ഒഴിക്കുന്ന അഭിഷേക തൈലം അവന്റെ തലയിൽ നിന്ന് അവന്റെ കാല് വരെ നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. It flowed down, and she worshipped. അത് തന്റെ ശരീരം മുഴുവൻ സുഗന്ധവർഗം പൂശുകയും താൻ അവിടെ അവനെ ആരാധിക്കുന്നതായിട്ട് കാണുവാനും കഴിയും. If you look at it, Matthew and Mark says that she poured it on his head. മത്തായിയും മർക്കോസും അവർ സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ മറിയ തന്റെ ശിരസിലാണ് അത് ഒഴിച്ചതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയും. Luke does not mention this incident. ലൂക്കോസ് ആ ഒരു സംഭവം അവിടെ പ്രസ്താവിക്കുന്നില്ല. But John says she anointed his feet with the blood. യോഹന്നാൻ പറയുന്നത് താൻ തന്റെ കാലുകളാണ് ഈ എണ്ണ കൊണ്ട് താൻ അഭിഷേകം ചെയ്തത്. It is not a contradiction because we can, as I said before, it flowed down from his head down to his feet. കാരണം അവന്റെ തല മുതൽ അവന്റെ ശിരസ് മുതൽ അവന്റെ കാലുകൾ വരെ ഒഴിച്ചതായിട്ട് നമുക്ക് മറ്റൊരു സുവിശേഷം കാണുവാൻ കഴിയുന്നതുകൊണ്ട് അതൊരു കോൺട്രഡിക്ഷൻ ഇല്ല. Matthew is a portrait of the king, and it is probable perhaps he might reach his head. മത്തായിയുടെ സുവിശേഷം കർത്താവായ യേശുക്രിസ്തുവിനെ രാജാവായി ചിത്രീകരിച്ചിരിക്കുന്നത് അത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം മത്തായി അവിടെ ശിരസിനെ സംബന്ധിച്ചാക്കാൻ പ്രസ്താവിച്ചിരിക്കുന്നത്. Mark is the portrait of the servant. It is possible perhaps he may reach his head also. മർക്കോസിന്റെ സുവിശേഷം അവനൊരു ദാസനായാണ് ചിത്രീകരിച്ചത്, അതുകൊണ്ടായിരിക്കാം അവിടെയും ചിലപ്പോൾ ശിരസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. John is the gospel of the Son of God. It is not possible to reach his head. It is a head of gold. യോഹന്നാന്റെ സുവിശേഷം ദൈവപുത്രന്റെ ചിത്രീകരണമാണെങ്കിൽ അവന്റെ തലയോളം ശിരസോളം നമുക്ക് എത്തുവാൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കാം അവന്റെ കാലുകൾ കൊണ്ട് യോഹന്നാൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. She anoints his feet and worships him. അവിടെ തന്റെ കാൽ താൻ അവിടെ അഭിഷേകം ചെയ്ത് താൻ അവനെ ആരാധിക്കുകയാണ്. As we looked at these various references to the head of the Lord Jesus in the Gospels, may we end like Mary did, the fragrance of our worship down at his feet, and may we bow down and worship. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിരസിനെ പറ്റിയുള്ള ഈ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവന്റെ മഹത്വം കണ്ട് അവനെ ആരാധിച്ച് അവന്റെ കാൽക്കൽ വീണ്
അവനെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകട്ടെ. Even in the references to his head in his lowly humanity, we see his divinity, the head of gold, shining through. അവന്റെ മനുഷ്യത്വത്തിൽ പോലും അവന്റെ ശിരസിനെ പറ്റിയുള്ള വാക്യശകലങ്ങളിൽ അവന്റെ ദൈവത്വവും അവന്റെ മഹത്വവും അവന്റെ തേജസ്സും നമുക്ക് സൂക്ഷ്മമായി കാണുവാൻ കഴിയും. Maybe bow down before that head of gold and worship. അവിടെ ആ തങ്കം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ശിരസിനെ നമുക്ക് ആരാധിച്ച് അവന്റെ കാലത്തിൽ വീഴുവാൻ നമ്മൾ ഇടയാകട്ടെ. Our anchor is still in Song of Songs. നമ്മുടെ നങ്കൂരം ഇപ്പോഴും ഉത്തമഗീതം തന്നെയാണ്. Even though we will go here and there. അവിടെയും ഇവിടെയും ചില വാക്യശകലങ്ങൾ നാം ശ്രദ്ധിക്കുന്നത്. Next it says, verse 11, his locks are bushy and black as a raven. അതിനുശേഷം അടുത്ത പ്രസ്താവന ശൂലേംകാരത്തി പറയുന്നത് അവന്റെ കുരുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. Bushy or curly or wavy. നമുക്കറിയാം അവന്റെ ആ കുരുനിരകൾ ചുരുണ്ട്, അതായത് ചുരുണ്ടിരിക്കുന്നു. It is not black as the tents of Kedar that we saw in chapter 1. കേദാര്യ കൂടാരങ്ങളെ പോലെ കറുത്തതല്ല അവന്റെ കുരുനിരകൾ. That blackness was something bad that she said about herself. അത് തന്നെ പറ്റി തന്നെ ശൂലേംകാരത്തി പറഞ്ഞ ഒരു കറുപ്പിന്റെ ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ആയിരുന്നു. Yes, it was something negative. It was a deformity that she said about herself. അത് അവളെ തന്നെ അവളിൽ കണ്ട ഒരു കുറവാണ് താൻ അവിടെ പ്രസ്താവിച്ചത്. But here the bride compares his hair to be as black as a raven, and for a raven blackness is its beauty. ഇവിടെ കാക്കയുടെ കറുപ്പ് പോലെയാണ് തന്റെ തലമുടി, തന്റെ കുരുനിരകൾ എന്ന് പറയുമ്പോൾ താനിവിടെ പറയുന്നത് കാക്കയെ സംബന്ധിച്ച് അതിന്റെ കറുപ്പാണ് അതിന്റെ അഴക്. അതുകൊണ്ട് ആ പ്രസ്താവനയാണ്, ആ ഒരു പോസിറ്റീവ് കൊണോട്ടേഷനിലൂടെയാണ് താൻ ഇവിടെ പ്രസ്താവിക്കുന്നത്. Even though he is black, his hair is black as a raven, that is his beauty. അവന്റെ തലമുടി കാക്കയെ പോലെ കറുത്താണെങ്കിൽ പോലും അതിലൊരു വലിയ അഴകുണ്ട്. The black color is actually mentioned in contrast with the whiteness that is said in the verse before. 10ാം ഭാഗത്തിൽ അവന്റെ വെണ്മ, അവന്റെ ആ പഞ്ഞു പോലെയുള്ള വെളുപ്പ് 10ാം ഭാഗത്തിൽ അവിടെ ഉപമിച്ചിരിക്കുന്നത് 11ാം ഭാഗത്തിലെ കാക്കയെ പോലുള്ള കറുത്ത് രണ്ടും പരസ്പര വിരുദ്ധമായ കളറുകളാണ്. Yes, that is his beauty. He is fair, white of complexion, and his dark black hair. അവന്റെ ആ സൗന്ദര്യം, അവന്റെ മുഖം വെണ്മയുള്ളതാണ്, എന്നാൽ അവന്റെ തലമുടി, അവന്റെ കുരുനിരകൾ കാക്കയെ പോലെ കറുത്തതുമാണ്. Black hair speaks of what? കറുത്ത തലമുടി എന്തിനെ സൂചിപ്പിക്കുന്നു? Yes, there are many who have left their dye in the shelf during the lockdown. നമുക്കറിയാം, ലോക്ക്ഡൌണിന്റെ സമയത്ത് ഡൈ ചെയ്യാത്ത എത്രയോ ആളുകൾ നമുക്ക് അറിയാം. Because suddenly when you see people on Zoom, they see much more older. കാരണം സൂമിൽ കാണുമ്പോൾ ചില ആളുകൾ സാധാരണക്കാൾ കവിഞ്ഞ പ്രായം തോന്നിക്കുന്നു. Black hair speaks of youthfulness and vigor. നമുക്കറിയാം, കറുത്ത മുടി എന്ന് പറയുന്നത് യുവത്വത്തെ കാണിക്കുന്നു, തീക്ഷ്ണതയെ കാണിക്കുന്നു. And with our beloved, when it applies to the Lord Jesus, there is no decay, there is no aging with him. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ അവനിൽ യുവത്വമാണ്, അവനിൽ പ്രായം ചൊല്ലുന്നില്ല, അവനിൽ വ്യത്യാസം വരുന്നില്ല, അവൻ എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കുന്നു. He is eternally in his youth. അവൻ നിത്യമായി അവന്റെ യുവത്വത്തിൽ നിലകൊള്ളുന്നു. He did not live to be an old man in this world. He died at the age of about 33 and a half. അവൻ 33 തിരുവയസ്സിലാണ് അവൻ ഈ ഭൂമിയിൽ നിന്ന് അവൻ മരിക്കുന്നത്. He is forever a young person, the same. അവൻ എന്നേക്കും യുവത്വം നിറഞ്ഞ സ്വർഗത്തിൽ നിലകൊള്ളുന്നു. You see, there are contrasts when it comes to his hair in various passages. അവന്റെ തലമുടിയെ സംബന്ധിച്ചുള്ള പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. When you go to Daniel chapter 7, we read of his hair being as white as wool. നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവന്റെ തല ഹിമം പോലെ വെളുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. When we go to Revelation chapter 1 again, we see his hair as white as wool. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവന്റെ തലമുടി കുരുനിരകൾ ഹിമം പോലെ വെളുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. You see, in that perspective, they are talking about the Ancient of Days. അവിടെയുള്ള ആ വാക്യശലങ്ങൾ പുരാതനമായുള്ള ദൈവത്തിന്റെ പ്രസ്താവനയെ പറ്റി അത് കാണിക്കുന്നു. Yes, Daniel chapter 7, it speaks of the Ancient of Days, the one who has been forever and ever. That is why it speaks as his hair being as white as wool. ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായത്തിൽ കർത്താവ് അവിടെ കാണുന്ന ദൈവത്തിന്റെ ആ കുരുനിരകൾ ഹിമം പോലെ വെളുത്തതാണെന്ന് കാണുന്നതിന്റെ കാരണം പുരാതനമായ ദൈവത്തിന്റെ ഒരു ചിത്രമാണ് കൊടുക്കുന്നത്. എന്നേക്കും നിലകൊള്ളുന്ന, എന്നേക്കും നിലകൊണ്ടിരുന്ന ഒരു ദൈവം. But here it is as black as a raven. He is ever young. He is ever to stay the same. എന്നാൽ ഇവിടെ കാക്കയെ പോലെ കറുത്ത കുരുനിരകളുള്ള വ്യക്തി
എന്ന് പറയുമ്പോൾ അവൻ എന്നേക്കും യുവത്വം നിറഞ്ഞുകൊണ്ട് യാതൊരു വിധമായ ക്ഷയം അവന്റെ ആ ശരീരത്തിൽ അവന്റെ യുവത്വത്തിൽ ഉണ്ടാകുന്നില്ല. Hebrews chapter 13. Jesus Christ is the same yesterday, today and forever. എബ്രായലേഖനം 13-ാം അധ്യായം കർത്താവായ യേശു ക്രിസ്തു ഇന്നും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. Time has no effect on him. സമയത്തിന് അവനിൽ യാതൊരു സ്വാധീനവുമില്ല. When John saw him in the book of Revelation, he saw him as the lamb that was slain. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുമ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാട് പോലെ അവൻ നിലകൊള്ളുന്നു. There is no aging. അവനിൽ ക്ഷയം മാലിന്യമൊന്നും അവന്റെ ശരീരത്തിലെ ഏൽക്കുന്നില്ല. There is no direct reference to the hair of the Lord Jesus in the Gospels. I couldn't find it. സുവിശേഷങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരുനിരകളെ പറ്റി യാതൊരു വിധമായ വാക്യശകലങ്ങളും സുവിശേഷങ്ങളും നാം കാണുന്നില്ല. And therefore, let us move forward with Song of Songs. അതുകൊണ്ട് ഉത്തമഗീതത്തിൽ നിന്ന് നാം മുന്നോട്ട് കടന്നു പോകുന്നു. The next verse is a gem. അടുത്ത വാക്യം വളരെ മനോഹരത്വം നിറഞ്ഞൊരു വാക്യമാണ്. His eyes, verse 12, his eyes are as the eyes of doves by the rivers of waters, washed with milk and fitly set. അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം, അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. He has said that to her many times in the Song of Songs. ഉത്തമഗീതത്തിൽ പല പ്രാവശ്യം പല ആവർത്തിയും മണവാട്ടിയോട് പറഞ്ഞ പ്രസ്താവനയാണ്. In 1 and verse 15 he says, you have dove's eyes. 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നത് നിനക്ക് പ്രാവുകൾക്ക് തുല്യമായ കണ്ണുകളുണ്ടെന്ന് മണവാട്ടിയോട് പറയുന്നു. In 2 and verse 14 chapter 2 he says, oh my dove. 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, ഓ എന്റെ പ്രാവേ എന്ന് താനോട് പ്രസ്താവിക്കുന്നു. 4 and verse 1 again he says, your eyes are like the eyes of a dove. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ മണവാട്ടിയോട് പറയുന്നു, നിന്റെ കണ്ണുകൾ പ്രാവിന് തുല്യമുള്ള കണ്ണുകൾ. In 5 and verse 2 this very chapter he calls her my dove. 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇവിടെയും തന്റെ മണവാട്ടിയെ വിളിക്കുന്നതാണ് എന്റെ പ്രാവേ. Now it is her chance. She is saying, your eyes, his eyes are as the eyes of doves. അവിടെ പറയുകയാണ് അവന്റെ കണ്ണ് പ്രാവുകൾക്ക് തുല്യം. Singular affection, we have seen that so many times. നമുക്കറിയാം ഏകാഗ്രതമായ ഒരു വ്യക്തി നിലകൊള്ളുന്ന ഒരു വാത്സല്യം. It is gazing only upon its partner and nobody else. നമുക്കറിയാം പ്രാവുകളുടെ വളരെ അപൂർവമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്കുള്ള ഇണയോട് മാത്രമേ അവർ ആ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. And as the water washes over it, you see the black eyes of the dove contrasted with the white body that it has, and with water washing over it, sparkling in the water like milk. That is the picture that the bride is trying to draw. പ്രാവുകൾ അവിടെ നീർത്തോടുകളുടെ വെള്ളം കൊണ്ട് അതൊന്ന് കുളിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് അത് എഴുന്നേറ്റ് വരുമ്പോൾ പാലുപോലെ വെളുത്തിരിക്കുന്ന അതിന്റെ ശരീരത്തിൽ കറുത്ത കണ്ണുകൾ, അഴകുള്ള കണ്ണുകൾ അവിടെ കാണുന്നു. ആ ഒരു ചിത്രമാണ്, ആലങ്കാരിക ഭാഷയാണ് ഇവിടെ ശൂലംകാരത്തി ഉപയോഗിച്ചിരിക്കുന്നത്. But let us once again go with our anchor there. Let us go to gaze upon the loveliness of the Lord Jesus again. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ പറ്റി ഈ കണ്ണുകളോടുള്ള ബന്ധം ചില കാര്യങ്ങൾ ധ്യാനിക്കുവാൻ ഞാൻ ഇടയാകട്ടെ. We see of his eyes in the Old Testament that his eyes are in every place, beholding the evil and the good. നമുക്കറിയാം ദൈവത്തിന്റെ കണ്ണുകളെ പറ്റി പഴയ പുസ്തകങ്ങളിൽ നാം വായിക്കുന്നത് എല്ലായിടത്തും അവന്റെ കണ്ണുകൾ എത്തുന്നു. Habakkuk says he is of purer eyes than to behold iniquity. കർത്താവായ ഹബക്കൂക്കിന്റെ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, അവന്റെ കണ്ണുകൾ സകലവിധമായ ദുഷ്ടതയും കാണുവാൻ കഴിയുന്നതിലും അപ്പുറമായ വിശുദ്ധിയുള്ള കണ്ണുകളാണ്. But today what we would like to do is quickly go through the references that is concerning the eyes of the Lord Jesus, especially in the Gospels. സുവിശേഷങ്ങളിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കണ്ണുകളെ പറ്റിയുള്ള ചില വാക്യശകലങ്ങൾ വളരെ വേഗത്തിൽ നോക്കിക്കൊള്ളാം. We see in Psalm 94, he that formed the eye, shall he not see? 94-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് വാക്യം പറയുന്നത്, കണ്ണുകളെ ദാനം ചെയ്തവന് കാണുവാൻ കഴിയുകയില്ലേ? Hebrews again says us, all things are naked and bare before his eyes. സകല കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പിൽ നഗ്നവും മലർന്നുമായി കിടക്കുന്ന എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു. Psalm 139, again that famous verse that we have, whither shall I go from thy presence? Your eyes did see my substance while I was in my mother's womb, still imperfect. 139-ാം സങ്കീർത്തനത്തിൽ വളരെ പ്രസിദ്ധമായ വാക്യശകലം, നിന്നെ ഒളിച്ച് ഞാൻ എവിടെ പോകും? ഞാൻ അമ്മയുടെ ഉദരത്തിൽ, ഞാൻ ലോകത്തിന്റെ പാതാളത്തിൽ ചെന്ന് എന്റെ കിടക്ക വിരിച്ചാൽ അവിടെയെല്ലാം നിന്റെ കണ്ണുകൾ എന്നെ കാണുന്നു. We see in
the book of Revelation, we see the Lord Jesus is announced as the Lion of the tribe of Judah. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായി ചിത്രീകരിച്ചിട്ടുണ്ട്. And when John turns to look at the Lion of the tribe of Judah, he sees a lamb. യഹൂദാ ഗോത്രത്തിന്റെ സിംഹത്തെ കാണുവാൻ യോഹന്നാൻ തിരിയുമ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാട് പോലെ അവിടെ നിൽക്കുന്നു. And the lamb is full of eyes. It has 7 eyes. അവിടെ ആ കാണുന്ന ആ കുഞ്ഞാടിന് 7 കണ്ണുകളുണ്ടെന്ന് നമ്മൾ വായിക്കുന്നു. The eyes of omniscience, the eyes that see everything. സകലത്തെയും കാണുവാൻ കഴിയുന്ന അവന്റെ കണ്ണുകൾ. You see, the eyes of the Lord Jesus see everything. കർത്താവായ യേശുക്രിസ്തുവിന്റെ കണ്ണുകൾ സകലവും കാണുന്നു. Matthew chapter 8 and verse 14, we see Jesus coming to Peter's house, and we see a reference there. He saw that Peter's mother was sick. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷത്തിൽ പത്രോസിന്റെ ഭവനത്തിൽ കർത്താവ് വരുമ്പോൾ പത്രോസിന്റെ അമ്മായിയമ്മ രോഗത്താൽ അവിടെ കിടക്കുന്നതായിട്ട് തനിക്ക് കാണുവാൻ കഴിഞ്ഞു. See, what I'm trying to do is gather the references to saw or look with relation to the Lord Jesus. കർത്താവായ യേശുവിന്റെ ചില അവന്റെ കണ്ണുകൾ എവിടെയൊക്കെ ചെല്ലുന്നു എന്നുള്ളത് 2-3 കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. See, he sees your sicknesses. അവരുടെ ഉള്ള ആ രോഗം തന്റെ കണ്ണുകൾക്ക് കാണുവാൻ കഴിഞ്ഞു. Sometimes you may feel that I am suffering all alone and nobody is seeing my sickness. പലപ്പോഴായി നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്, നാം നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ രോഗത്തിൽ നാം തന്നെയാണ് കഷ്ടപ്പെടുന്നത്, ആരും ഇത് കാണുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് നാം ചിന്തിക്കാറുണ്ട്. But he sees your sicknesses. He saw that Peter's mother was sick. എന്നാൽ നമ്മുടെ രോഗങ്ങളെ അവൻ കാണുന്നു. പത്രോസിന്റെ അമ്മാവിയമ്മ അവിടെ രോഗത്താൽ കിടക്കുന്നതായിട്ട് തന്നെ കാണുവാൻ കഴിഞ്ഞു. Not only does he see your sickness, he also sees your struggles. നമ്മുടെ രോഗങ്ങൾ മാത്രമല്ല, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ ക്ലേശതകൾ എല്ലാം അവൻ കാണുന്നു. You see, Jesus was praying on the mountaintop, and his disciples were toiling to cross the sea of Galilee. കർത്താവായ യേശുക്രിസ്തു മലയുടെ മുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ ശിഷ്യന്മാർ ഗലീല കടൽ കടക്കുവാനായി അവർ വളരെ കഷ്ടപ്പെടുകയും ക്ലേശത്തിലൂടെ നടന്നു പോവുകയും ചെയ്യുകയായിരുന്നു. And the all-seeing eyes of the Lord, it is written that from there he saw his disciples toiling on the sea. എല്ലാം കാണുവാൻ കഴിയുന്ന കർത്താവായ യേശുക്രിസ്തു അവിടെ നിന്ന് അവന്റെ ശിഷ്യന്മാർ കഷ്ടപ്പെടുന്നതായി അവന് കാണുവാൻ കഴിഞ്ഞു. Jesus knows all about our struggles. He will guide till the day is done. There is not a friend like the lowly Jesus. No, not one. No, not one. ഇത്ര താഴ്മയുള്ള കടാക്ഷിക്കുന്ന ഒരു യേശു ജീവിതത്തിന്റെ ദിവസത്തിന്റെ അവസാനം വരെ നമ്മളോട് കൂടെ നമ്മളെ കാണുകയും നമ്മുടെ കഷ്ടതകൾ അറിയുകയും ചെയ്യുന്ന. When he saw his disciples toiling in the night, he went there walking on the water. അവന്റെ ശിഷ്യന്മാർ അവിടെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അവൻ ആ കടലിന്റെ മുകളിലൂടെ നടന്ന് അവരുടെ അടുക്കിലേക്ക് താൻ ചെല്ലുകയാണ്. Not only do we see his all-seeing eye, we see his purposeful eyes. എല്ലാം കാണുന്ന അവന്റെ കണ്ണുകൾ മാത്രമല്ല, ഉദ്ദേശത്തോടു കൂടെ കാണുന്ന കണ്ണുകളുമുണ്ട്. He does not see like people do. He does not see me what I have done. He sees me for what I can be. അവൻ ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതല്ല അവന്റെ കണ്ണുകളുടെ ഉദ്ദേശം. എന്നെ കൊണ്ട് എന്തെല്ലാം സാധിക്കും എന്നുള്ളതും അവന് കാണുവാൻ കഴിയും. As Jesus was walking by the seaside, he saw Peter and Andrew mending their nets, and he saw them, and he called them and said, "Come, follow me. I will make you fishers of men." കടൽക്കരയിൽ കൂടെ നടന്നുപോയ കർത്താവായ യേശുക്രിസ്തു അന്ത്രയോസും ശീമോനും അവരുടെ വലകൾ അവിടെ മെയ്യുന്നത് അവിടെ കണ്ടപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നീ എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി ആക്കി തീർക്കും. And then it is written, he looked up and he saw James and John mending their nets with their father. He called them and said, "Follow me." അവൻ യാക്കോബിനും യോഹന്നാനും കണ്ട് അവരുടെ അപ്പനായ സബദിയോട് കൂടെ അവിടെ വല അവിടെ അവർ ശരിയാക്കുന്നത് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളും എന്നെ അനുഗമിക്കുക. And then in Matthew chapter 9 again we see that he looked and he saw Matthew sitting at the tax collector's booth, and he called him and said, "Come, follow me." അവിടെ മത്തായി ഇരിക്കുന്ന തന്റെ ആ ടാക്സ് കളക്ഷൻ, തന്റെ ആ ചുങ്കം പിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് മത്തായിയെ കണ്ട് മത്തായിയെ തന്നെ അനുഗമിക്കുവാനായി താൻ അപേക്ഷിക്കുകയാണ്. Unlearned people, fishermen, good for nothing, cast out by the society. But he did not see what they were. He saw what he could make them. യോഗ്യതയില്ലാത്ത മീൻപിടുത്തക്കാരായ യാതൊരു വിധമായ പ്രയോജനമില്ലാത്തവരെന്ന് സമൂഹം കാണുന്നുവെങ്കിൽ പോലും
അവരെ അവന്റെ ശിഷ്യന്മാരായി അവൻ കാണുകയും അവരുടെ ഭാവി കാണുകയും ചെയ്ത അവന്റെ കണ്ണുകൾ. He wants, when he looks at you, he does not see as man sees. We look at, people look at me and they see what I am. But when the Lord looks at me with his eyes, with his purposeful eyes, he sees me for what he has made me to be. He sees me what I can become when I give myself to him. ആളുകൾ എന്നെ കാണുമ്പോൾ ഞാൻ ആരാണെന്നുള്ള ചിന്തയിലാണ് അവർ എന്നെ കാണുന്നത്. എന്റെ കർത്താവായ യേശു ക്രിസ്തു എന്നെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെ ആയിത്തീരാം, എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശത്തിലേക്ക് അവനെ നടത്താമെന്നുള്ള കാഴ്ചപ്പാട് അവന്റെ കണ്ണുകൾക്കുണ്ട്. Then we see that his eyes not only are all-seeing eyes, his eyes are not only a purposeful eyes, but his eyes are discerning eyes. അവന്റെ കണ്ണുകൾ എല്ലാം കാണുന്ന കണ്ണുകളും അവന്റെ കണ്ണുകൾ എല്ലാം ഉദ്ദേശത്തോടെ കാണുന്ന കണ്ണുകളും മാത്രമല്ല, സകല വിവേകത്തോടും കൂടെ കാണുന്ന കണ്ണുകളാണ്. He sees not what you are, he sees right inside your innermost being. നമ്മുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് അവന് വ്യക്തമായി കാണുവാൻ കഴിയും. In John chapter 1 and verse 48, we see a man called Philip is excited because he found the Messiah. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പ് മഷിയെ കണ്ടെന്നുള്ള സന്തോഷത്തിൽ അവൻ ആനന്ദിക്കുകയാണ്. And when he was happy that he saw the Messiah, he wanted to go and tell his friend. മഷിയെ കണ്ടെത്തിയെന്ന് ഫിലിപ്പിന് മനസ്സിലായപ്പോൾ തന്റെ കൂട്ടുകാരൻ ഓടിച്ചെന്ന് പറയുവാൻ താൻ ആഗ്രഹിച്ചു. You see, we should also be like that. We should be excited that we have found our Savior and should be excited to go and introduce him to our friends. ഫിലിപ്പോസിനെ പോലെ മഷിയെ കണ്ടെത്തി, മണവാളനെ കണ്ടെത്തി, രക്ഷിതാവിനെ കണ്ടെത്തിയ സന്തോഷത്തോടെ നമ്മുടെ കൂട്ടുകാരോട് പറയുവാനുള്ള ആനന്ദം, ആവേശം അതുപോലെ നമുക്കും ഉണ്ടാകേണ്ടതാണ്. And he went to his friend Nathanael and he said, "We have found a Messiah." നഥാനിയേലിനോട് ചെന്ന് പറഞ്ഞു, മഷിയെ ഞാൻ കണ്ടു, Jesus of Nazareth. നസറേയനായ യേശു. And he said, "What good can come out of Nazareth?" നഥാനിയേൽ അതിന് മറുപടി നൽകുന്നു, നസറത്തിൽ നിന്ന് വല്ല നന്മയും കടന്നു വരുമോ? Philip did not go to argue or debate with him or to prove that something good can come out of Nazareth. ഫിലിപ്പോസ് ആ ചോദ്യത്തിന് മറുപടി ഒന്നും കൊടുക്കാനിടയാകാതെ He said, "Come and see. അവൻ നഥാനിയേലിനോട് പറഞ്ഞു, വന്ന് തന്നെ നീ കാണണം. Come and see for yourself this man that I called Messiah." ഞാൻ മശീഹയെ കണ്ടെത്തിയിരിക്കുന്നു പറയുന്ന വ്യക്തിയെ നീ തന്നെ വന്ന് കാണുകയും. When he came, Jesus said, "Behold, a man in whom there is no guile." നഥാനിയേൽ കടന്നു വന്നപ്പോൾ കർത്താവ് ഇത് കണ്ടിട്ട് പറയുകയാണ്, യാതൊരു കളങ്കവുമില്ലാത്ത ഒരു വ്യക്തി. And Nathanael said, "How do you know me?" നഥാനിയേൽ ചോദിച്ചു, എന്നെ നിനക്ക് എങ്ങനെ അറിയാം? Before he called me, when you were sitting under the tree, I saw you. ഫിലിപ്പോസ് എന്നെ വിളിക്കുന്നതിന് മുമ്പ് അത്തിവൃക്ഷത്തിന്റെ കീഴിൽ നീ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. He knows Nathanael even before. He saw Nathanael even before Nathanael came to him. നഥാനിയേൽ തന്നെ കാണുന്നതിന് മുൻപേ കർത്താവ് നഥാനിയേലിനെ കണ്ടു. He discerned the heart of Nathanael even before Nathanael knew it himself. നഥാനിയേലിന്റെ ഹൃദയത്തിന്റെ ആ നിലവാരം കർത്താവായ യേശു ക്രിസ്തു വിവേകത്തോടെ തനിക്ക് മനസ്സിലാക്കാനിടയായി. He knows who you are. നാം ആരാണെന്ന് അവൻ തിരിച്ചറിയുവാൻ കഴിയും. You see, a man called Zacchaeus was hated by everybody, but he wanted to see Jesus. In his heart there was a desire to see Jesus. എല്ലാ മനുഷ്യരാലും ഓർക്കപ്പെട്ട സക്കായിക്ക് യേശുവിനെ കാണുന്ന ഒരു ആഗ്രഹം, അവന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം തനിക്കുണ്ടായിരുന്നു. He climbed upon a sycamore tree. He thought he would be well hidden there. But the Lord came under that tree. He stopped, lifted up his eyes, and he looked at Zacchaeus and said, "Come down, for I'm coming to your house today." സിക്കമോർ മരത്തിൽ മുകളിൽ ഇരിക്കുന്ന സക്കായിയെ കണ്ടിട്ട് പറഞ്ഞു, ഇന്ന് നീ താഴെ ഇറങ്ങി വരുമ്പോൾ ഞാൻ അന്ന് നിന്നോടുകൂടി ഭക്ഷിക്കേണ്ടതാകുന്നു. He saw the genuineness of the heart of Nathanael, and his eyes saw the genuineness of Zacchaeus. നഥാനിയേലിന്റെയും സക്കായിയുടെയും ഹൃദയത്തിന്റെ ആ പരിശുദ്ധിയുള്ള അല്ലെങ്കിൽ ആ ഇന്നസെന്റ് ആയിരിക്കുന്ന അവരുടെ ആഗ്രഹം കർത്താവ് കാണുകയും അതിനോട് കർത്താവ് പ്രതികരിക്കുകയും ചെയ്തു. But the Lord Jesus not only sees the good in your heart, he also discerns your false profession. നമ്മുടെ ഹൃദയത്തിലെ നല്ല കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ കളങ്കം നിറഞ്ഞ ഹൃദയവും അവൻ അറിയാം. We see that Jesus lifted up his eyes and he saw a fig tree afar off with leaves. We saw that week before last in the Sunday message. He saw there expecting fruit, but he came and pronounced judgment on that tree. നാം കഴിഞ്ഞ ഞായറാഴ്ച കേട്ടതുപോലെ കർത്താവായ യേശു ക്രിസ്തു കണ്ണുകൾ തന്റെ തലപൊക്കി താൻ ഒരു അത്തിയെ കണ്ടു, ഇല നിറഞ്ഞിരിക്കുന്ന ഒരു അത്തിയുടെ അടുക്കിലേക്ക് താൻ വന്നു. അവിടെ തനിക്ക് അത്തിപ്പഴം കിട്ടുവാൻ ഇടയായില്ല, താൻ അവിടെ ശപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Are you wrapped up in your spiritual or religious profession?
നമ്മുടെ ആത്മീയമായ മതപരമായ ഉള്ള ആ വികാരത്തിൽ നാം നമ്മെ തന്നെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണോ? Oh, in Matthew 22 we again have the eyes of the Lord Jesus, where he came to the wedding banquet and he saw one person that did not have the wedding garment. നമുക്കറിയാം, കർത്താവ് പറയുന്ന ഉപമയിൽ രാജാവ് കടന്നു വന്നു. രാജാവിന്റെ ആ കല്യാണ വിരുന്നിന് ഇടേണ്ട വസ്ത്രമിടാതെ അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ട് തനിക്ക് കാണുവാൻ കഴിഞ്ഞു. Oh, among all the people his eyes will see the man without the wedding garment. സകല അവിടെയുള്ള വന്നിരിക്കുന്ന കല്യാണം കൂടുവാൻ വന്നിരിക്കുന്ന എല്ലാ ആളുകളുടെയും മധ്യത്തിൽ കല്യാണ വസ്ത്രം ഇല്ലാത്ത വ്യക്തിയെ തന്റെ കണ്ണ് കണ്ടുപിടിച്ചു. Is any of you trusting? Is any of you who are hearing me trusting in their own religion or trusting in their own righteousness, sitting there without a wedding garment? Mind you, his eyes will pick you. സ്വന്തം നീതിയിൽ വിശ്വസിച്ച് മതത്തിൻ്റെതായ ആ ഒരു വിശ്വാസത്തിൽ പൊതിഞ്ഞു നിൽക്കുകയും കർത്താവിനെ ശരിയായി അറിയാതിരിക്കുകയും അങ്ങനെ വിവാഹ വസ്ത്രം ഇല്ലാതിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കണ്ണുകൾ നിങ്ങളെയും കണ്ടുപിടിക്കും. There is only one righteousness that you can be clothed with. It says, Jesus, thy blood and righteousness. My beauty this, my glorious dress. Amidst flaming worlds in these array, with joy shall I lift up my head. എന്റെ സ്വയം നീതിയല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതിയിൽ മാത്രം, അവന്റെ നീതി എന്റെ വസ്ത്രമായി തീരുവാൻ മാത്രമേ കഴിയുള്ളൂ. He discerns your genuineness, and he also discerns your false profession. നമ്മുടെ ശരിയായ നിലവാരം, നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരം, അതിന്റെ കളങ്കവും അവന് തിരിച്ചറിയുവാൻ കഴിയും. Whether you are good or you are bad, your attitude, the Lord Jesus' eyes will find it out. നന്മയുള്ളവനോ തിന്മയുള്ളവനോ അവന്റെ കണ്ണുകൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. Not just he sees your genuineness, നമ്മുടെ ആത്മാർത്ഥത മാത്രമല്ല അവൻ കാണുന്നത്. not just that he sees your false profession, നമ്മുടെ കളങ്കം നിറഞ്ഞ ഹൃദയം മാത്രമല്ല അവൻ we തിരിച്ചറിയുന്നത്. also read in Luke chapter 21 another thing that Jesus saw. ലൂക്കോസ് 21-ാം അധ്യായത്തിൽ കർത്താവിന്റെ കണ്ണുകൾ കണ്ട വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നു. He saw rich people putting money into the treasury. അവിടെ സമ്പത്തുള്ളവർ അവരുടെ ആ സമ്പത്തിൽ നിന്നൊരു വിഹിതം ദേവാലയത്തിൽ കൊണ്ടിടുന്നതായിട്ട് തനിക്ക് കാണുവാൻ കഴിഞ്ഞു. He was sitting there and he paid attention to those people putting lots of money into the treasury. വളരെ സമ്പത്തുള്ള ആളുകൾ അവിടെ അവരുടെ ആ കാഴ്ചപ്പാട് കൊണ്ട് അവർ ഇടുന്നതായിട്ട് കാണുവാൻ കഴിഞ്ഞു. Many people saw that and many people praised, oh, what wonderful givers they are. അനേക ആളുകൾ ആ സമ്പത്തുള്ളവർ കൊണ്ടിടുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, ഇവർ എത്രയോ മഹാന്മാരാണ്, എത്രയോ സമ്പത്ത് അവർ ദൈവവേലയ്ക്ക് കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിഞ്ഞു. But the eyes of the Lord picked up something else that nobody else noticed. എന്നാൽ കർത്താവായ കണ്ണുകൾ മറ്റാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം കണ്ടുപിടിച്ചു. He saw, Luke 21 and verse 2, he saw a poor widow putting in 2 mites into the treasury. അവിടെ പാവപ്പെട്ട ഒരു വിധവയായ ഒരു സ്ത്രീ 2 ഇണ കൊണ്ടിടുന്നത് കർത്താവിന്റെ കണ്ണുകൾക്ക് കാണുവാൻ. Even when the people praised the others rich who were giving, the discerning eyes of the Lord saw how much she had put in. മറ്റുള്ള ആളുകൾ ഇടുന്നതെല്ലാം ആളുകൾ കണ്ടപ്പോൾ അവനെ പ്രശംസിച്ചു. കർത്താവിന്റെ കണ്ണുകൾ ഈ വിധവയിൽ കേന്ദ്രീകരിച്ചിരുന്നു. The eyes of the Lord sees how much you give. കർത്താവായ യേശുക്രിസ്തുവിന്റെ കണ്ണുകൾ നാം എന്തുമാത്രം കൊടുക്കുന്നതായിട്ട് കാണുവാൻ കർത്താവിന് കഴിയും. And he discerns the attitude, the motive behind that giving also. നാം കൊടുക്കുന്നതിന്റെ ഉദ്ദേശശുദ്ധിയും കർത്താവിനെ കാണുവാൻ കഴിയും. He appreciates not how much you give, he appreciates how much you leave behind after you give. കർത്താവായ യേശുക്രിസ്തു എന്തുമാത്രം നാം കൊടുക്കുന്നു എന്നുള്ളതല്ല, നാം കൊടുക്കുന്നതിൽ എന്തുമാത്രം ബാക്കി നിലകൊള്ളുന്നു എന്നുള്ളതാണ് കർത്താവിന്റെ ശ്രദ്ധ. You see, when I first got my job, it was a very small salary. എനിക്ക് ആദ്യം ജോലി ലഭിച്ചപ്പോൾ വളരെ തുച്ഛമായ ഒരു ശമ്പളമായിരുന്നു. Recently, in my job just before this, I had a decent salary. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ജോലിക്ക് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ജോലിക്കും അത്യാവശ്യം സാമാന്യം നല്ല ഒരു ശമ്പളം എനിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. I gave 10%. ഞാൻ അതിൽ നിന്ന് 10% കൊടുത്തു. When I get a better job, ഞാൻ കുറച്ചുകൂടെ നല്ല ജോലി കിട്ടുമ്പോൾ what is it that the Lord expects of me? Does he expect me to increase my standard of living, or does he expect me to increase my standard of giving? എനിക്ക് കുറച്ചുകൂടെ നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കുമ്പോൾ കർത്താവ് എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? എൻ്റെ ജീവിത നിലവാരം കൂട്ടാനാണോ, അതോ എൻ്റെ കൊടുക്കുന്നതിൻ്റെ കണക്ക് കൂട്ടാനാണോ? Do I still give 10%? ഞാൻ ഇപ്പോഴും 10% വെച്ചിരിക്കുന്നുവോ? It may be more than the 10% that I got from my previous company.
ചിലപ്പം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ആ പുതിയ ശമ്പളമാകുമ്പോൾ പുതിയ നല്ല ശമ്പളമായിരിക്കുമ്പോൾ 10% എന്ന് പറയുന്ന ലിറ്ററൽ കണക്കിൽ കുറച്ചുകൂടെ കാശുണ്ടായിരിക്കാം. But is that what the Lord expects? എന്നാൽ അതാണോ കർത്താവ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? His eyes see how much you have kept back for yourself. നിനക്ക് വേണ്ടി തന്നെ മാറ്റിവെച്ചിരിക്കുന്ന തുകയും കർത്താവ് കാണുന്നു. Myself included, many of the Lord's people have not known the joy of giving. ഞാൻ ഉൾപ്പെടെ കൊടുക്കുന്നതിന്റെ ആ സന്തോഷം, അതിന്റെ ആനന്ദം അനുഭവിക്കാൻ നമുക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. The Lord Jesus said concerning her, she has given her all her livelihood. ആ വിധവയെ പറ്റി കർത്താവ് പറയുന്നു, അവൾക്കുള്ളതെല്ലാം അവൾ കൊടുത്തു. She has nothing more to give. അവൾക്ക് ഇനി കൊടുക്കാൻ വേറെ ഒന്നുമില്ല. The Lord Jesus saw that. കർത്താവായ യേശു ക്രിസ്തു അത് കണ്ടു. What do I give him? ഞാൻ എന്താണ് കൊടുക്കുന്നത്? Do I give him my first fruits? ഞാൻ അവന്റെ ആദ്യ ഫലമാണോ കൊടുക്കുന്നത്? You see, the first fruits means the best of what you have. ആദ്യ ഫലം എന്ന് പറയുന്നത് എനിക്കുള്ള ഏറ്റവും മേന്മയുള്ളത് ഞാൻ കൊടുക്കുന്നു. The first of what you have. എനിക്കുള്ളതിന്റെ എല്ലാം ഒന്നാമത് കിട്ടുന്നതെല്ലാം കർത്താവിന് കൊടുക്കുന്നു. One brother asked, should I give to the Lord when I have bills to pay? എനിക്ക് കൊടുക്കുവാൻ, എനിക്ക് അടയ്ക്കുവാൻ അനേകവിധമായ ബില്ലുകളുള്ളപ്പോൾ ഞാൻ കർത്താവിന് കൊടുക്കാൻ മാറ്റിവെക്കണോ? You realize that he was just barely making on, barely pulling on. ആ വ്യക്തി വളരെ തുച്ഛമായ രീതിയിൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. But then to that one Lord's servant answered like this, do you want to pay your bills with the Lord's money? ആ ദേവദാസൻ ഇങ്ങനെ ആ വ്യക്തിയോട് മറുപടി പറഞ്ഞു, കർത്താവിന് കൊടുക്കാനുള്ളതിൽ നിന്നാണോ നിന്റെ ജീവിതത്തിന്റെ ബില്ലുകൾ നീ അടയ്ക്കുന്നത്? You see, we must be really careful in our attitude of giving. What belongs to the Lord must be given to the Lord, and much more. കർത്താവിന് കൊടുക്കേണ്ടത് കർത്താവിന് കൊടുക്കുകയും അവൻ അതിലധികമായി കൊടുക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. What is my attitude in giving? Not how much I give. More than that. With what attitude do I give? Do I give him the best? Do I give him the first? Do I give him more than what I give for myself? കൊടുക്കുന്ന കാര്യത്തിലുള്ള എന്റെ മനോഭാവം എന്താണ്? ഏറ്റവും നല്ലതാണോ, ആദ്യം കിട്ടുന്നതാണോ, അതോ അവന് കൊടുക്കാവുന്നതിന് പരമാവധി ഞാൻ കൊടുക്കുന്നുണ്ടോ? He sees your genuineness. അവൻ നമ്മുടെ ആത്മാർത്ഥത കാണുന്നു. He sees your false profession. നമ്മുടെ കപടഭക്തി അവൻ കാണുന്നു. He sees your giving. നമ്മുടെ കൊടുക്കുന്നതും അവൻ കാണുന്നു. His eyes are discerning eyes. അവന്റെ കണ്ണുകൾ വിവേകമുള്ളതും എല്ലാം കാണുന്നു. We'll stop with that today. ആ ചിന്തയോട് ഞാനിത് അവസാനിപ്പിക്കട്ടെ. May God bless these words to our hearts. ഈ വചനങ്ങളാൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ സഹായിക്കുമാറാകട്ടെ. His eyes are all seeing eyes. അവന്റെ കണ്ണുകളെല്ലാം കാണുന്നതാണ്. His eyes are a purposeful eyes. അവന്റെ കണ്ണുകൾ ഉദ്ദേശശുദ്ധിയോട് കാണുന്ന കണ്ണുകളാണ്. His eyes are discerning eyes. വിവേകമുള്ള കണ്ണുകളാണ്. May we meditate on those things as we get home. ഈ ചിന്തകളാൽ നമ്മുടെ ഹൃദയങ്ങളെ ധ്യാനിച്ചു നമുക്ക് ഭവനത്തിലേക്ക് ചെല്ലാം. And the bride is not finished yet. She still has a lot more to say. മണവാട്ടി അവൻ ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. വളരെ വിധമായ കാര്യങ്ങൾ താൻ പ്രസ്താവിക്കുന്നുണ്ട്. Of this, I think of 3, there are total 8 points. ഇനിയും 5 പോയിന്റുകളുടെ ബാക്കി നിലകൊള്ളുന്നു. Total only from the eyes of the Lord Jesus. കർത്താവായ യേശുവിന്റെ കണ്ണുകളെ സംബന്ധിച്ച് മാത്രം ഇനി 8 പോയിന്റ്, ആകെ കൂടെ 8 പോയിന്റുകളുണ്ട്. It would be very nice if we could just go marking in our Bibles all the references to when the Lord Jesus' eyes are mentioned or when he looked and things like that. It is a very nice study and a very humbling study. കർത്താവായ യേശുവിന്റെ കണ്ണുകൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള വാക്യങ്ങൾ മാർക്ക് ചെയ്യുന്നത് വളരെ നല്ലൊരു പഠനമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. It will really humble us as we come and try to realize what the Lord sees. നമ്മളെ തന്നെ താഴ്ത്തുവാൻ കഴിയും, വിനയപ്പെടുത്തുവാൻ കഴിയുന്ന പഠനമായിരിക്കുന്നത്. May God bless these words to our hearts to see. ഈ വചനങ്ങളാദ്യം നമ്മുടെ ഹൃദയങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. May his name alone be glorified. നമ്മൾ മാത്രം നോക്കുമാറാകട്ടെ.